ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഗവൺമെൻറ് റെഗുലേഷൻ ഫോർ പ്രൊജക്റ്റ് ക്ലിയറൻസ്. നമ്മുടെ ഒരു പ്രൊജക്റ്റ് നമ്മുടെ പ്രൊജക്റ്റിന് ഒരു അപ്രൂവ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും എന്തൊക്കെ റെഗുലേഷൻസും കാര്യങ്ങളാണ് ഉള്ളത്, അത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗവൺമെൻറ് റെഗുലേഷൻസ് ഫോർ പ്രൊജക്റ്റ് ക്ലിയറൻസ് എന്താ നോക്കാം. Environmental clearance regulation is one process by which public activity hampered in order to protect the environment. Clearance is solely regulated by government all over the world, whether India or abroad. ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റ് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു റെഗുലേഷനാണ് എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഗുലേഷൻ. എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് റെഗുലേഷൻസ് നമ്മൾ എൻവയോൺമെൻറ്റിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് ഉണ്ട്. വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, അങ്ങനത്തെ ഓസോൺ, അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് എൻവയോൺമെൻറ്റ് ഫേസ് ചെയ്യുന്നുണ്ട്. ആ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെഗുലേഷനാണ് എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഗുലേഷനും. ഈ ഒരു റെഗുലേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ എന്താ ചെയ്യുന്നത്, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് ദ എൻവയോൺമെൻറ്റ് ക്ലിയറൻസ്, നമ്മുടെ ഒരു പ്രൊജക്റ്റ് നമ്മൾ അപ്രൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ ആ ഒരു പ്രൊജക്റ്റിൽ എൻവയോൺമെൻറ്റിനെ എന്തെങ്കിലും എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, എൻവയോൺമെൻറ്റിനെ ബാഡ്ലി ആയിട്ട് എന്തെങ്കിലും എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, പൊല്യൂഷൻ ഉണ്ടാവുന്നില്ല എന്ന കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു റെഗുലേഷനാണ് ഈ എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഗുലേഷനും. അതിൽ നമ്മൾ ഈ ഒരു റെഗുലേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലായിരുന്നാലും അല്ലെങ്കിൽ എബ്രോഡായിരുന്നാലും ഏതൊരു ഗവൺമെൻറ് ആണെങ്കിലും എവിടെയും എന്തുണ്ടായിരിക്കും, ഈ ഒരു എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് എല്ലാ കൺട്രീസിലും ഉണ്ടായിരിക്കും. ഈ ഒരു റെഗുലേഷൻ എന്ന പ്രോസസ്സ് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ടു പ്രൊട്ടക്റ്റ് ദ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ ക്ലിയർ ചെയ്യാനുള്ള ഒരു റെഗുലേഷനാണ് എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഗുലേഷനും. Environment clearance is referred as a procedure that involves obtaining government clearance for certain project to be developed. എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ എൻവയോൺമെൻറ്റിന് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹസാർഡസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളോ എൻവയോൺമെൻറ്റിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു എഫക്ഷൻ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഈ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് റെഗുലേഷൻ വന്നിട്ടുള്ളത്. എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രൊസീജിയർ ദാറ്റ് ഇൻവോൾവ്സ് ഒബ്റ്റെയിനിങ് ഗവൺമെൻറ് ക്ലിയറൻസ് ഫോർ സർട്ടൻ പ്രോജക്റ്റ് ടു ബി ഡെവലപ്ഡ്. നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ്, അതായത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഒരു ലൈസൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്റ്റെയിൻ ചെയ്യുന്ന അതിനെയാണ് എന്തെന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രൊസീജിയർ ദാറ്റ് ഇൻവോൾവ്സ് ഒബ്റ്റെയിനിങ് ഗവൺമെൻറ് ക്ലിയറൻസ് ഫോർ സർട്ടൻ പ്രോജക്റ്റ് ടു ബി ഡെവലപ്ഡ്. നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിന് എൻവയോൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ക്ലിയറൻസ് കിട്ടുക, അതാണ് ഇതെന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഓർ ഈവൻ ടു മോഡിഫൈ ഓർ ടു ഇൻസ്റ്റാൾ വാരിയസ് പ്രോജക്റ്റ്. ഏതൊരു പ്രോജക്റ്റ് നമ്മൾ വാരിയസ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് വേണം, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നുള്ള ലൈസൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു ഫസ്റ്റ് ഗെറ്റ് ഗവൺമെൻറ് ക്ലിയറൻസ് ഫോർ പ്രോജക്റ്റ് ദാറ്റ് ക്യാൻ കോസ് high damage to the environment or cause high environment pollution or any ടൈപ്പ്. ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നുള്ള ഈ ഒരു ക്ലിയറൻസ് കിട്ടുക എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് നമ്മളൊരു ഓർഗനൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും അത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് അല്ലെങ്കിൽ ഒരു മാൻഡേറ്ററി ആവശ്യമാണ്. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രൊജക്റ്റ് മുന്നോട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. ഇതാണ് ഈ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ
നമ്മൾ ഇങ്ങനെ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എൻവയോൺമെൻറ്റിൻ്റെ ക്ലിയറൻസ് ഇല്ലാതെ നമ്മൾ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എൻവയോൺമെൻറ്റിന് ഒരുപാട് ഡാമേജും അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസും എൻവയോൺമെൻറ്റിന് ഉണ്ടാവും. പല തരത്തിലുള്ള പൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ എൻവയോൺമെൻറ്റിന് ഉണ്ടാവും. അത് എൻവയോൺമെൻറ്റിനെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സർട്ടിഫിക്കറ്റിന് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് വന്നിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലെ എല്ലാ കാര്യങ്ങളും, ലൊക്കേഷനും, അവിടുത്തെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള എന്തൊക്കെ മാർഗ്ഗമാണ് ആ ഒരു ഓർഗനൈസേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്, ഡ്രൈനേജ് ഫെസിലിറ്റി ഉണ്ടോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ആ ഒരു ലൈസൻസ് ആ ഒരു ഓർഗനൈസേഷനെ അപ്രൂവ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ, അതായത് ഗവൺമെൻറ്റിന് ആ ഒരു ഓർഗനൈസേഷൻ നോക്കിയതിന് ശേഷം അത് സാറ്റിസ്ഫൈഡ് അല്ല, ഒരു ഇത്തരത്തിലുള്ള പൊല്യൂഷൻസ് അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്യും. അതാണ് എൻവയോൺമെൻറ്റ് ക്ലിയറൻസിൽ ഗവൺമെൻറ് ചെയ്യുന്നത്. In India, it is mandatory for environment clearance to go through environmental impact assessment for the various different developmental project. നമ്മൾ ഇന്ത്യയിൽ ഒരു പ്രൊജക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ്, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇന്ത്യയിൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്നുള്ളത്, ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത് ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു റെഗുലേഷൻ എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് റെഗുലേഷനാണ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെഗുലേഷൻ. ഇനി എന്താണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. Environmental impact assessment is the assessment of the environmental consequences of a plan, policy, program or actual project prior to the decision to move forward with the proposed actions. അതായത് നമ്മുടെ പ്രൊജക്റ്റിൽ നമ്മളെ പ്ലാന് അല്ലെങ്കിൽ നമ്മുടെ പോളിസീസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് അതിനെന്ത് ചെയ്യുക, ആ ഒരു പ്രൊജക്റ്റിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു പ്ലാനിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു പോളിസിയിൽ നിന്നും എൻവയോൺമെൻറ്റിന് എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാവുന്നുണ്ട്, എൻവയോൺമെൻറ്റ് എന്തൊക്കെ തടസ്സങ്ങൾ, എൻവയോൺമെൻറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അസസ് ചെയ്യുകയാണ് ഏതിൽ ചെയ്യുന്നത്, ഈ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ ചെയ്യുന്നത്. അസസ് ചെയ്തതിന് ശേഷം, അതായത് ആ ഒരു പ്രൊജക്റ്റിൻ്റെ പ്ലാനും പോളിസീസും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അസസ് ചെയ്തതിന് ശേഷം എൻവയോൺമെൻറ്റിന് എന്തെങ്കിലും ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും, അത് ആക്സെപ്റ്റ് ചെയ്യില്ല, റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആ ഒരു അസസ്മെൻറ്റ് നോക്കിയിട്ടായിരിക്കും നമ്മുടെ പ്രൊജക്റ്റ് അപ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ, അതായത് ആ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കൽ ഈ ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് വഴിയാണ്. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന പ്രൊജക്റ്റിൻ്റെ പ്ലാനോ പോളിസീസോ പ്രോഗ്രാംസോ നോക്കിയും എൻവയോൺമെൻറ്റൽ കോൺസിക്വൻസസ് അസസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എക്സിസ്റ്റ് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് പ്ലാനിങ് ഓഫ് ദ പ്രൊജക്റ്റ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദ സ്ട്രാറ്റജീസ് ആർ ഇൻഡ്യൂസ്ഡ് ടു സേവ് എൻവയോൺമെൻറ്റ് ഫ്രം ദ ബിഗിനിങ് സ്റ്റേജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. അതായത് ഈ ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇനീഷ്യൽ സ്റ്റേജ്, അതായത് തുടങ്ങുന്ന സ്റ്റേജ് മുതൽ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് പ്ലാനിങ് ഓഫ് ദ പ്രൊജക്റ്റ്, അതായത് ആ ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്നതിനുള്ള മുതലുള്ള സ്റ്റേജ് മുതൽ നമ്മൾ ആ ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നമ്മൾ നടത്തണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ഷുവർ ദാറ്റ് ഓൾ സ്ട്രാറ്റജീസ് ആർ ഇൻഡ്യൂസ്ഡ് ടു സേവ് എൻവയോൺമെൻറ്റ്. അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ എടുത്തിട്ടുള്ള പല സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കും. ആ എല്ലാ സ്ട്രാറ്റജീസും നമ്മൾ എൻവയോൺമെൻറ്റിനെ സേവ് ചെയ്തുകൊണ്ടുള്ള സ്ട്രാറ്റജീസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഇനീഷ്യൽ സ്റ്റേജ് മുതൽ തന്നെ എന്ത് ചെയ്യണം, നടത്തിക്കൊണ്ടിരിക്കണം.
നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ നമ്മൾ ഒരുപാട് സ്ട്രാറ്റജീസും ഡെസിഷൻസും പോളിസീസും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആരെയും കൂടെ കൺസിഡർ ചെയ്യണം, എൻവിയോൺമെൻറ്റിനെ കൂടെ, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ എൻവിയോൺമെൻറ്റിനെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ സ്ട്രാറ്റജീസും അല്ലെങ്കിൽ ഓരോ ഡിസിഷൻസും നമ്മൾ എടുക്കേണ്ടത്. എൻവിയോൺമെൻറ്റിനെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രാറ്റജീസ് നമ്മൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ആ ഡിസിഷൻ മാറ്റുക. എൻവിയോൺമെൻറ്റിനെ നമ്മൾ സേവ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ആ ഒരു ഡിസിഷൻസ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജീസ് നമ്മൾ എടുക്കേണ്ടത്. അതാണ് എൻവിയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തിയതിന് ശേഷമായിരിക്കണം നമ്മൾ ഒരു പ്രൊജക്റ്റ് നമ്മൾ അപ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഇമ്പോർട്ടൻസ് ആക്ട് ടു റെസ്ട്രിക്റ്റ് എൻവിയോൺമെൻറ്റൽ ഡാമേജ്. എൻവിയോൺമെൻറ്റിന് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരുപാട് പൊല്യൂഷൻസും അല്ലെങ്കിൽ ഒരുപാട് പ്രവൃത്തികളും നടക്കുന്നുണ്ട്. എൻവിയോൺമെൻറ്റിന് പൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ആക്ട് ടു റെസ്ട്രിക്റ്റ് എൻവിയോൺമെൻറ്റൽ ഡാമേജ്, എൻവിയോൺമെൻറ്റിലെ ഡാമേജ് വരുത്തുന്നതിന് റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ആക്ട് വന്നിട്ടുണ്ട്. ആ ആക്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986, 2 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002, the National Environment Tribunal Act 1995, National Green Tribunal Act 2010, National Environment Appellate Authority Act 1997. ഇത്രയും ആക്റ്റാണ് എൻവിയോൺമെൻറ്റിൻ്റെ ഡാമേജിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആക്റ്റുകളാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്റ്റാണ് ഇതൊക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോജക്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് എൻവിയോൺമെൻറ്റൽ ക്ലിയറൻസ്. നമുക്ക് എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എൻവിയോൺമെൻറ്റൽ ക്ലിയറൻസ് ആവശ്യമാണ്. നമ്മൾ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിന് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊജക്റ്റിനെ, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിനെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. കാറ്റഗറി എ എന്നും കാറ്റഗറി ബി എന്നും. കാറ്റഗറി എ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ റിക്വയർ മാൻഡേറ്ററി എൻവിയോൺമെൻറ്റൽ ക്ലിയറൻസ്. ഈ ഒരു എൻവിയോൺമെൻറ്റൽ ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കാറ്റഗറി എ പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം മാൻഡേറ്ററി ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാറ്റഗറി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, കാറ്റഗറി എ എന്നും കാറ്റഗറി ബി എന്നും. കാറ്റഗറി എയിൽ നമ്മൾ ഒരു എൻവിയോൺമെൻറ്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഓർഗനൈസേഷൻ തുടങ്ങണമെങ്കിൽ എൻവിയോൺമെൻറ്റ് ക്ലിയറൻസ് വേണം. അതെന്താ, ഒരു കാറ്റഗറി എ എന്ന പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഈ കാറ്റഗറി എ എന്നുള്ള പ്രൊജക്റ്റിനെല്ലാം എന്ത് വേണം, എൻവിയോൺമെൻറ്റൽ ക്ലിയറൻസ് വേണം. ഇനി project falling under this category go to the Ministry of Environment, Forest and Climate Change for clearance. ഈ ഒരു പ്രൊജക്റ്റിൽ ഫാളിങ് അണ്ടർ ദിസ് കാറ്റഗറി, അതായത് ഈ ഒരു എൻവിയോൺമെൻറ്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കാറ്റഗറി എ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ആരുടെ അടുത്ത് പോകണം, മിനിസ്ട്രി ഓഫ് എൻവിയോൺമെൻറ്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഫോർ ക്ലിയറൻസ്. ഇത്രയും ആൾക്കാരുടെ അടുത്താണ് ഈ ഒരു പ്രൊജക്റ്റ് സാങ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ ഈ മാൻഡേറ്ററി എൻവിയോൺമെൻറ്റൽ ക്ലിയറൻസ് വേണമെന്നുണ്ടെങ്കിൽ പോവേണ്ട അതോറിറ്റീസ് മിനിസ്ട്രി ഓഫ് എൻവിയോൺമെൻറ്റ്, ഫോറസ്റ്റ്, ക്ലൈമറ്റ് ചേഞ്ച് ഫോർ ക്ലിയറൻസ്. ഇവരടുത്ത് പോയാലാണ് ഈ ഒരു എൻവിയോൺമെൻറ്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം കിട്ടുക. ഇനി കാറ്റഗറി ബി എന്ന് പറയുമ്പോൾ റിക്വയർ മാൻഡേറ്ററി എൻവിയോൺമെൻറ്റൽ ക്ലിയറൻസ്. ഈ കാറ്റഗറി ബിയിലും എന്ത് വേണം, ഒരു മാൻഡേറ്ററി എൻവിയോൺമെൻറ്റ് ക്ലിയറൻസ് ആവശ്യമാണ്. ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആവശ്യമാണ്, എൻവിയോൺമെൻറ്റൽ ക്ലിയറൻസ് ആവശ്യമാണ്. ഈ ഒരു കാറ്റഗറി ബിയിലുള്ള പ്രൊജക്റ്റിലുള്ള ആൾക്കാർ ഈ ഒരു സാങ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പോവുക സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ക്ലിയറൻസ്. ഈ ഒരു ക്ലിയറൻസിന് കാറ്റഗറി എയിലുള്ള ആൾക്കാർ പോവുക മിനിസ്ട്രി ഓഫ് എൻവിയോൺമെൻറ്റോ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റോ ക്ലൈമറ്റ് ചേഞ്ചോ ഫോർ ക്ലിയറൻസ്, ഇത്രയും ആൾക്കാരുടെ അടുത്താണ് പോവുക. കാറ്റഗറി ബിയിലുള്ള ആൾക്കാർ പോവുക സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ക്ലിയറൻസ്. ഇങ്ങനെ ഒരു ക്ലിയറൻസ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയാണ് അപ്രോച്ച് ചെയ്യാം. ഇനി കാറ്റഗറി ബിയിലുള്ള പ്രൊജക്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, B1 എന്നും B2 എന്നും. B1 പ്രോജക്റ്റ് എന്നും B2 പ്രോജക്റ്റ് എന്നും.
ഇനി B2 പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ B1ഉം B2ഉം തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ B2 പ്രൊജക്റ്റിന് ഈ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് നിർബന്ധമില്ല എന്നുള്ള കാര്യമാണ്. അതാണ് ഈ B1ഉം B2ഉം തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. B1ൽ ഈ ഒരു എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നിർബന്ധമാണ്, പക്ഷേ B2ൽ നിർബന്ധമില്ല. അത്രയാണ് ഈ B1ഉം B2ഉം തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റ് ക്ലിയറൻസിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രൊജക്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, കാറ്റഗറി എ എന്നും കാറ്റഗറി ബി എന്നും. നെക്സ്റ്റ്, പ്രൊസീജിയർ ഫോർ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ്. അതായത് ഈ ഒരു എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രൊസീജിയറാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതിൽ ഒരു 7 സ്റ്റെപ്പാണുള്ളത്. അതിൽ ഒന്നാമത്തത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ലൊക്കേഷൻ. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബിസിനസ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് നമ്മൾ ഏത് ലൊക്കേഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ആ ഒരു ലൊക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് ആ ലൊക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കണം. നമുക്ക് ഓർഗനൈസേഷനിൽ നമുക്ക് സെറ്റബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, റോ മെറ്റീരിയൽ ഫെസിലിറ്റി, സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടാവും, പവർ, ഇലക്ട്രിസിറ്റി, പിന്നെ ഡ്രൈനേജ് ഫെസിലിറ്റി ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് നമുക്കൊരു പ്രൊജക്റ്റിനൊരു ഗൈഡ് ലൈൻ ഉണ്ടായിരിക്കും. അതായത് ഒരു ഗൈഡ് ലൈനിൽ പല കാര്യങ്ങളും, മാർക്കറ്റ് ഫെസിലിറ്റി, റോ മെറ്റീരിയൽ ഫെസിലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എന്നുള്ള കാര്യങ്ങൾ പല കാര്യങ്ങളും ആ ഗൈഡ് ലൈനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടാണോ നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് കാര്യം നമ്മൾ നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. നമ്മുടെ ഒരു ഗൈഡ് ലൈൻസിന് അനുയോജ്യമായിട്ടുള്ള ലൊക്കേഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ സ്ക്രീൻ ചെയ്യാം. സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ 2 തരത്തിലുള്ള പ്രൊജക്റ്റായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊജക്റ്റ് എ എന്നും പ്രൊജക്റ്റ് ബി എന്നും. അപ്പോൾ ഏതൊക്കെ പ്രൊജക്റ്റാണ് നമ്മൾ കാറ്റഗറി എ എന്നും കാറ്റഗറി ബി എന്നും നമ്മൾ പ്രൊജക്റ്റിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് നോക്കുക. കാറ്റഗറി എയിലാണോ അല്ലെങ്കിൽ കാറ്റഗറി ബിയിലാണോ വരുന്നതെന്ന് നമ്മൾ നോക്കുക. കാറ്റഗറി എയിലാണോ കാറ്റഗറി ബിയിലാണോ വരുന്നത് നമ്മൾ നോക്കുക. പിന്നെ നമ്മൾക്ക് എൻവയോൺമെൻറ്റ് ക്ലിയറൻസ്, അതായത് കാറ്റഗറി ബിയിലാണെങ്കിൽ 2 തരം പ്രൊജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, B1 ഉണ്ട് B2 ഉണ്ട്. അപ്പോൾ B2ന് ഈ ഒരു മാൻഡേറ്ററി എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് അത്യാവശ്യമില്ല, പക്ഷേ B1ന് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീൻ ചെയ്യാം. അതാണ് സ്ക്രീനിങ് എന്ന 2ാമത്തെ സ്റ്റെപ്പിൽ ഉള്ളത്. 3ാമത്തേൽ അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ, ഇനി 3ാമത്തെ സ്റ്റെപ്പാണ് അസസ്മെൻറ്റ്. നമ്മുടെ പ്രൊജക്റ്റിനെ നമ്മൾ അസസ് ചെയ്യുക. അതായത് നമ്മൾ സ്ക്രീനിങ്ങിന് നമ്മൾ പറഞ്ഞു നമ്മൾ ഏത് കാറ്റഗറി എയിലാണോ കാറ്റഗറി ബിയിലാണോ നമ്മുടെ പ്രൊജക്റ്റ് വരുന്നതെന്ന് നമ്മൾ നോക്കുക. അതിനുശേഷം നമ്മൾ അസസ് ചെയ്യുക. അതായത് നമ്മൾ അതിന് നോക്കിയതിന് ശേഷം നമ്മൾ കാറ്റഗറി എ ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എവിടെ പോവുക, നമ്മൾ ഈ ഒരു സാങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ഒരു എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് അതിലാണ് നമ്മൾ ഈ ഒരു സാങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയെന്ന് പറഞ്ഞു. കാറ്റഗറി ബിയിലുള്ള പ്രൊജക്റ്റിലുള്ള ആൾക്കാർ പോവൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ ഏത് ആൾക്കാരുടെ അടുത്താണോ പോവേണ്ടത്, ഈ ഒരു കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ആൾക്കാരുടെ അടുത്താണോ പോവേണ്ടതെന്നുള്ള കാര്യം നമ്മൾ അസസ് ചെയ്യാം. അതിനുശേഷം പബ്ലിക് ഹിയറിങ്. അതായത് നമ്മുടെ ഒരു പ്രോജക്റ്റ് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആരെയും കൂടെ നോക്കണം, പബ്ലിക്കിനെയും കൂടെ നോക്കണം. പബ്ലിക്കും കൂടെ നമ്മൾ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പ്രൊജക്റ്റ് സാങ്ഷൻ ആവുള്ളൂ. അതായത് പബ്ലിക്കിന് എന്തെങ്കിലും, അതായത് ഇപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിന് തന്നെയാണ്, എൻവയോൺമെൻറ്റിന് എന്തെങ്കിലും ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുമ്പോൾ അത് ആരെയും കൂടെ എഫക്റ്റ് ചെയ്യും, പബ്ലിക്കിനായിരിക്കും എഫക്റ്റ് ചെയ്യുക. അതായത് മനുഷ്യന്മാരെ അല്ലെങ്കിൽ മൃഗങ്ങളെ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും എന്ത് ചെയ്യുക, എഫക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പബ്ലിക് ഹിയറിങ്, നമ്മൾ ഈ ഒരു ഇത് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഒരു കാര്യം, ഫേസ് ടു ഫേസ് ആയിട്ട് പ്രൊജക്റ്റ് പ്രൊപ്പോണ്ട് ആൻഡ് ഗവൺമെൻറ് എക്സ്പ്രസ് ദെയർ കൺസേൺ.
അതായത് നമ്മുടെ പ്രൊജക്റ്റ് പബ്ലിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ പബ്ലിക്കിനോട് ചോദിച്ചിട്ട് അവരോട് എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്, എന്തെങ്കിലും കാര്യങ്ങളോ, അതായത് സാങ്ഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുക. അതിനുശേഷം അവരുടെ എക്സ്പ്രസ്സും വ്യൂസും എന്ത് ചെയ്യും, ആ ഒരു പ്രപ്പോസ്ഡ് പ്രൊജക്റ്റിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്രസ്സും അവരുടെ വ്യൂസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പറയും, എക്സ്പ്രസ് ചെയ്യും അവർ. ഇതാണ് പബ്ലിക് ഹിയറിങ്ങിൽ ചെയ്യുന്നത്. പബ്ലിക് ഹിയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് എന്ത് ചെയ്യുക, പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക. പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്നും എന്താണ് നമ്മുടെ പ്രൊജക്റ്റിന് എന്താണ് അവരുടെ കയ്യിൽ നിന്നുള്ള ഒരു കാര്യം, അവരുടെ കയ്യിൽ നിന്ന് എന്താണോ ഉള്ളത് നോക്കുക. അതായത് അവരുടെ വ്യൂസും അതൊക്കെ അവരുടെ ഇതും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവർ എക്സ്പ്രസ് ചെയ്യും. അതായത് ആ പ്രൊജക്റ്റ് അപ്രൂവ് ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, അതായത് സൊസൈറ്റിക്ക് ബാഡായിട്ടൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല, എൻവയോൺമെൻറ്റിന് ബാഡായിട്ടൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കാര്യം അവർ പബ്ലിക് ഹിയറിങ്ങിൽ അവർ പറയും. അതിനുശേഷം ആപ്ലിക്കേഷൻസ്. അതിനു മുമ്പ് ഈ പബ്ലിക് ഹിയറിംഗ് എന്ന് പറയുന്ന കാര്യം കണ്ടക്ട് ചെയ്യുക NOC ഫ്രം SPCB. അതായത് ഒരു NOC ആയിരിക്കും. അതായത് SPCB എന്ന് പറയുമ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഒരു NOC ആയിരിക്കും ഈ ഒരു പബ്ലിക് ഹിയറിംഗ് കണ്ടക്ട് ചെയ്യുക. ഇനി അടുത്തത് അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രൊജക്റ്റ് പ്രൊപ്പോൺ സബ്മിറ്റ് ആൻ അപ്ലിക്കേഷൻ ഫോർ ഗവൺമെൻറ്റൽ ക്ലിയറൻസ്. അതായത് ഈ ഒരു എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു അപ്ലിക്കേഷന് സബ്മിറ്റ് ചെയ്യുക. മിനിസ്ട്രി ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, പ്രൊജക്റ്റ് കാറ്റഗറി എയിലുള്ള ആൾക്കാർ പോവുക മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റിലെ ആൾക്കാരുടെ അടുത്താണ്. അല്ലാന്നുണ്ടെങ്കിൽ കാറ്റഗറി ബിയിലുള്ള ആൾക്കാർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അടുത്താണ് പോവുക. അപ്പോൾ ഈ രണ്ടുപേരുടെ അടുത്ത് എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അവരുടെ അടുത്ത് സബ്മിറ്റ് ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ഓൺലൈനായിട്ടായിരിക്കും. പ്രപ്പോൺ ഹാസ് ടു സബ്മിറ്റ് എൻ ആപ്ലിക്കേഷൻ ഓൺലൈൻ ഫോർ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ്. ഓൺലൈനായിട്ടും എന്ത് ചെയ്യാം, ഈ ഒരു ആപ്ലിക്കേഷൻസ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അടുത്തോ എന്ത് ചെയ്യാം, ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷം എൻവയോൺമെൻറ്റൽ അപ്രൈസൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ആദ്യം ലൊക്കേഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അതിനുശേഷം സ്ക്രീൻ ചെയ്തു, അതിനുശേഷം അസസ് ചെയ്തു, അതിനുശേഷം പബ്ലിക് ഹിയറിംഗ് കഴിഞ്ഞു, ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്തു. ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാ കാര്യങ്ങളും ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ ആപ്ലിക്കേഷനെ എൻവയോൺമെൻറ്റിനെ നമ്മൾ അപ്രൈസ് ചെയ്യാം. അതായത് ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, അതായത് ഒരു ഗവൺമെൻറ്റിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഈ ഒരു നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് വരും. വന്നതിന് ശേഷം നമ്മുടെ ഓർഗനൈസേഷൻ്റെ ചുറ്റുപാടുള്ള എൻവയോൺമെൻറ്റും എന്ത് ചെയ്യും, അപ്രൈസ് ചെയ്യും അല്ലെങ്കിൽ അനലൈസ് ചെയ്യും എൻവയോൺമെൻറ്റ്. അതായത് അവരുടെ ഓരോ കാര്യങ്ങളും പൊല്യൂഷൻസ് ഉണ്ടോ, അവരുടെ പ്രൊഡക്ഷൻ രീതികൾ എങ്ങനെയാണ്, എൻവയോൺമെൻറ്റിനെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, സോയിൽ പൊല്യൂഷൻ ഉണ്ടോ, വാട്ടർ പൊല്യൂഷൻ ഉണ്ടോ, എയർ പൊല്യൂഷൻ ഉണ്ടോ എന്നുള്ള, ഡ്രൈനേജ് ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ടും അവരെന്ത് ചെയ്യും, അപ്രൈസ് ചെയ്യും. അതാണ് എൻവയോൺമെൻറ്റൽ അപ്രൈസൽ പറയുന്നത്. ഗവൺമെൻറ്റിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട്, കമ്മിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ വന്നിട്ട് എൻവയോൺമെൻറ്റിനെ ആ ഒരു ഓർഗനൈസേഷനിലെ അകത്തും പുറത്തും ഒക്കെ എന്ത് ചെയ്യും, നോക്കും. എൻവയോൺമെൻറ്റിനെ എന്തെങ്കിലും ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ, പൊല്യൂഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അപ്രൈസ് ചെയ്യും. അതാണ് എൻവയോൺമെൻറ്റൽ അപ്രൈസൽ ചെയ്യുന്നത്. അങ്ങനെ എൻവയോൺമെൻറ്റൽ അപ്രൈസ് ഈ ഒരു എൻവയോൺമെൻറ്റൽ അപ്രൈസ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇഷ്യൂ ഓഫ് ക്ലിയറൻസ് ഓർ റിജക്ഷൻ ലെറ്റർ. എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു, ഗവൺമെൻറ്റിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഓർഗനൈസേഷനും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അവരെന്ത് ചെയ്തു, പോയി.
അവർ പോയതിന് ശേഷം ഒരു റിപ്പോർട്ട് അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. ആ റിപ്പോർട്ടിൽ എന്തുണ്ടായിരിക്കും, ആ ഒരു ആ ഒരു ഓർഗനൈസേഷൻ അപ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യം അതിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ഇഷ്യൂ ഓഫ് ക്ലിയറൻസ് ഓർ റിജക്ഷൻ ലെറ്റർ, ഓർഗനൈസേഷനിൽ ഇഷ്യൂ ലെറ്റർ, അതായത് ഓർഗനൈസേഷൻ തുടങ്ങണോ എന്നുള്ള ലെറ്ററും അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ തുടങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്ററും ആർക്ക് അയച്ചു കൊടുക്കും, ഓർഗനൈസേഷന് അയച്ചു കൊടുക്കും. അപ്പോൾ ഇത്രയാണ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസിലുള്ള പ്രൊസീജിയേഴ്സ്. ആദ്യം ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനുശേഷം സ്ക്രീൻ ചെയ്യുക, അതിനുശേഷം അസസ്മെൻറ്റ് നടത്തുക, പിന്നെ പബ്ലിക് ഹിയറിങ്, അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, എൻവയോൺമെൻറ്റ് അപ്രൈസൽ നടത്തുക, അതിനുശേഷം റിജക്ഷൻ ലെറ്റർ അല്ലെങ്കിൽ ഇഷ്യൂ ലെറ്റർ ആർക്ക് അയച്ചു കൊടുക്കും, ഓർഗനൈസേഷന് അയച്ചു കൊടുക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ് പ്രൊജക്റ്റ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള റെഗുലേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് റെഗുലേഷൻ ആണെന്ന് പറഞ്ഞു. അതിൽ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ ഇമ്പോർട്ടൻറ്റ് ആക്ട് ടു റെസ്ട്രിക്റ്റ് എൻവയോൺമെൻറ്റൽ ഡാമേജസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ പ്രൊജക്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കാറ്റഗറി എ എന്നും കാറ്റഗറി ബി എന്നും. പിന്നെ പ്രൊസീജിയർ ഫോർ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.